ഹായ് ഗൈസ്, ഇന്നലെ സൺഡേ ആയിട്ട് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. കാലത്ത് തന്നെ അനിയൻ ചിക്കൻ വാങ്ങിച്ചു കൊടുന്നു. ചിക്കനൊക്കെ കഴുകി മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ 1 മണിക്കൂർ നേരം സെറ്റാവാൻ വെച്ചു. നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അതിലെ പാർട്സിന് ഇടി ഉണ്ടാവാറുണ്ടോ? ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടെ ഓരോ പാർട്സും നേരത്തെ കൂട്ടി ബുക്ക്ഡാണ്. കാലിന് കണ്ണന് മാമിയും, എല്ലുള്ള കഷ്ണങ്ങൾക്ക് അനിയൻ, ലിവറിന് അമ്മ, ചിക്കൻ്റെ ചാറിന് അച്ഛൻ, ഇവിടെ എല്ലാം ബുക്ക്ഡാണ്. നമ്മൾ ഈ ചിക്കൻ കറിയിലേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നേരത്തെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഒരു 10-20 മിനിറ്റ് കൊണ്ട് സെറ്റപ്പാക്കി എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കുഞ്ഞുള്ളി, സവാള, ഉപ്പിട്ട് വാട്ടി അതിലേക്ക് ഈ മിക്സ് ഇട്ട്, ഇതാണ് കേട്ടോ ഹൈലൈറ്റ് നമ്മുടെ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടേക്കണ്ട. അടിപൊളി ഒരു ഫ്ലേവർ അത് വഴന്ന് വരുമ്പോൾ വരും. അതാണ് നമ്മുടെ കറിയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് കേട്ടോ. ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യണത് കണ്ണനാട്ടോ. സൺഡേസാണ് ഞങ്ങൾ കൂടുതലും കുക്ക് ചെയ്യാറുള്ളത്. അന്നൊരുവിധം ആളെ കിട്ടാറുണ്ട്, അല്ലാത്ത ദിവസമൊന്നും കിട്ടില്ല കുക്ക് ചെയ്യാനൊന്നും നിൽക്കുമ്പോൾ. അത് പിന്നെ ഒരു സന്തോഷമല്ലേ, നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഇഷ്ടമൊക്കെ കല്യാണത്തിന് ശേഷം വന്നാട്ടാ. അടുക്കളയിൽ എന്തുണ്ടാക്കുകയാണെങ്കിലും അച്ഛനും അമ്മയും അവിടെ ഉണ്ടാവും. അവരവിടെ ഇരുന്ന് വീട്ടുവിശേഷവും നാട്ടുവിശേഷവും ഓരോ കടങ്കഥകളും കുസൃതി ചോദ്യങ്ങളും അച്ഛൻ്റെ ഒരു തമാശകളും. പെട്ടെന്ന് പണിയും കഴിയും, എന്നാൽ ഭയങ്കര വൈബുമാണ്. അത് കാരണം ഹസ്ബൻഡിൻ്റെ കൂടെ ഇരുന്ന് കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. മസാലയൊക്കെ ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് അടി പിടിക്കാതെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ചും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് ഇളക്കിയും അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്ത് ചിക്കൻ നന്നായി മിക്സ് ചെയ്ത് മസാലയൊക്കെ എല്ലായിടത്തേക്ക് എത്തിച്ച്. കാരണം ഞാനിത് വീഡിയോ എടുക്കണ കാരണം പതുക്കെയൊക്കെ ഇങ്ങനെ ചിക്കൻ മുകളിലേക്ക് എടുത്തും താഴത്തേക്ക് ഇങ്ങനെ കാണിക്കുക. എന്നെ കളിയാക്കാൻ വേണ്ടി ചെയ്യണതാട്ടോ അതൊക്കെ. പാത്രമൊക്കെ മൂടി വെച്ച് 5 മിനിറ്റ് വെച്ചപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു കേട്ടോ. കുറച്ച് നേരം കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ചോളൂ കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് വേവും. ഇതിലേക്ക് ചൂടുവെള്ളം കൂടി ഒഴിച്ച് സെറ്റാക്കി എടുക്കുക. ഗരം മസാല ഒന്ന് ചൂടാക്കി മുകളിലിടുക. കുറച്ച് കറിവേപ്പില മല്ലിയില ഇടുക. ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ എടുക്കാൻ മറന്നു. അച്ഛനും അമ്മയും തൃപ്രയാർ പോയിട്ട് എക്സിബിഷനും കണ്ട് ഒരു പട്ടിക്കുട്ടീനെ കൊണ്ടുവന്നേ. ആ സന്തോഷത്തിൽ സമയം പോയത് അറിഞ്ഞില്ല, ക്ലൈമാക്സ് എടുക്കാനും മറന്നു.